فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ദീനിയും ദുനിയവിയും ഉഖ്റവിയുമായ നന്മകൾക്ക് അല്ലാഹു നമ്മുടെ സദസ്സുകളെല്ലാം കാരണമാക്കുമാറാകട്ടെ. റിയാദുസ് സാലിഹീനിൽ അടുത്ത ചാപ്റ്റർ ബാബുൻ ഫിസ് സിദ്ഖി, സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ബാബാണ്. കഴിഞ്ഞ ബാബ് നമ്മൾ ചർച്ച ചെയ്തത് ക്ഷമയുമായി ബന്ധപ്പെട്ട സുദീർഘമായ ബാബായിരുന്നു. ഒരുപാട് ഹദീസുകൾ നമ്മളതിൽ ചർച്ച ചെയ്തു. ഇമാം നബി റളിയല്ലാഹു അൻഹു 4-ാമത്തെ ചാപ്റ്റർ കൊണ്ടുവരുന്നത് സത്യസന്ധതയുമായി ബന്ധപ്പെട്ടാണ്. ഖാല അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ് സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു മുഅ്മിനീങ്ങളോട് പറയുന്നത് വകൂനു മഅസ് സാദിഖീൻ, നിങ്ങളെപ്പോഴും നിലകൊള്ളേണ്ടത് സത്യസന്ധരായ ആളുകളുടെ കൂടെ ആയിരിക്കണം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിനോട് യോജിച്ചുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും വിശ്വാസമൊക്കെ വരിക എന്നുള്ളതാണ്. നമ്മൾ സത്യം പറയുക എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. സത്യം പറയൽ മാത്രമല്ല, വാക്കിൽ മാത്രമല്ല സത്യമുള്ളത്, പ്രവർത്തനത്തിൽ സത്യമുണ്ട്, വിശ്വാസത്തിൽ സത്യമുണ്ട്. ഒരാൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, അതിന് വിരുദ്ധമായി അയാൾ പ്രവർത്തിക്കുന്നെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ സത്യസന്ധത പുലർത്തിയിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ ഒരാൾ മുസ്ലിമായി, പേരുകൊണ്ട് മുസ്ലിമാണ്, അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു, നമസ്കാരം നിർബന്ധമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, പക്ഷേ അയാൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം കൊണ്ട് സത്യസന്ധത പുലർത്തിയവനല്ല. വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒരാൾ സംസാരിക്കുന്നു, അപ്പോൾ അയാൾ നമ്മൾ കളവ് പറഞ്ഞവനെന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു വിശാല അർത്ഥത്തിലുള്ള പദമാണ് സിദ്ഖ് എന്നുള്ളത്. ഇനി സൂഫിയാക്കളായ മഹാരഥന്മാരൊക്കെ അവർ സിദ്ഖിനെ കുറച്ചും കൂടി ആഴ്ന്നിറങ്ങി പറയാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന അർത്ഥം എന്താണ്? ഇസ്തിവാഉ സിർരി വൽ അലാനിയ വല്ലാഹിരി വൽ ബാത്തിൻ, ഉള്ളും പുറവും ഒരുപോലെ ആവുക എന്നുള്ളതാണ്. അതങ്ങനെ പെട്ടെന്ന് ആയിത്തീരുന്ന ഒരവസ്ഥയല്ല. അത് നമ്മൾ ക്രമേണ അധ്വാനിച്ച് നമ്മൾ പരിശ്രമിച്ച് അമലുകളിൽ കൂടി എത്തിച്ചേരേണ്ടുന്ന ഒരു സ്റ്റേറ്റാണിത്. എന്താ ഉള്ളും പുറവും ഒരുപോലെ ആകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളോട് ബാഹ്യമായി ചിരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അയാളോട് മാനസികമായി ആ ചിരി ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് നമ്മൾ ചിരിക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ പുറം കൊണ്ട് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഉള്ളും പുറവും ഒരുപോലെ അല്ല. അവിടെ ഉള്ളിലൊന്നാണ്, പുറത്ത് മറ്റൊന്നാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോട് ഉള്ളിൽ മാനസികമായി അടുപ്പവും സ്നേഹവും ഉണ്ടാവും, നമ്മളത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഇതും ഉള്ളും പുറവും ഒരുപോലെ അല്ലാത്ത അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ തെളിഞ്ഞതാവുക എന്നർത്ഥം, ഉള്ളും പുറവും ഒരുപോലെ ട്രാൻസ്പെറൻ്റ് ആകുക എന്നുള്ള അർത്ഥത്തിൽ. അതാണ് സൂഫിയാക്കൾ പറയുന്ന സിദ്ഖ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധത എന്ന് പറയുമ്പോൾ അതിലർത്ഥമാക്കുന്നത് യാഥാർത്ഥ്യത്തിനോട് യോജിച്ചുകൊണ്ട് നമ്മുടെ വാക്ക് വരിക, നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക, നമ്മുടെ വിശ്വാസം വരിക. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുന്നൊരു കാര്യം അത് റിയാലിറ്റിക്ക് വിരുദ്ധമായതാണെങ്കിൽ അയാളുടെ വിശ്വാസം സത്യസന്ധമല്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ദീനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, അതിനല്ലാത്തതാണെങ്കിലും ആ രൂപത്തിൽ തന്നെ. അപ്പോൾ അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങളുടെ ജീവിതം ചെലവഴിക്കേണ്ടത്, നിങ്ങൾ ആരുടെ കൂടെയാണ് കഴിയേണ്ടത്? സാദിഖീങ്ങളുടെ കൂടെ ആയിരിക്കണം. സാദിഖീങ്ങളുടെ കൂടെ, സത്യസന്ധരായ ആളുകളുടെ കൂടെ ജീവിതത്തിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മളിലും ആ ഗുണം വന്നു ചേരും. കളവ് പറയുന്ന ആളുകൾ, ഇടപാടുകളിൽ കള്ളത്തരം കാണിക്കുന്ന ആളുകൾ, തട്ടിപ്പിൻ്റെ വക്താക്കൾ, അവരുടെ കൂടെ നമ്മൾ പങ്കുചേർന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഉള്ളിൽ അതിനോടൊരു അമർഷവും ഇഷ്ടക്കേടൊക്കെ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ക്രമേണ ഈ മറ മഞ്ഞുരുകിപ്പോവും. അതില്ലാതെയായി പിന്നെ നമ്മളും എന്താവും, അതിൻ്റെ ഭാഗമായി തുടങ്ങും. അപ്പോൾ അള്ളാഹു വലിയ ഒരു കൽപ്പനയാണ് അതിൽ കൂടി നടത്തിയിരിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വഖാല തആല വസ്സാദിഖീന വസ്സാദിഖാത്ത്, അള്ളാഹു മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാരുടെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തും തുടങ്ങുന്ന സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അതിലൊരു ഭാഗത്തും അള്ളാഹു പറയുന്നത് മുഅ്മിനീങ്ങളായ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണം എന്താണ്? വസ്സാദിഖീൻ, സത്യസന്ധരായ പുരുഷന്മാരായിരിക്കും അവർ. വസ്സാദിഖാത്ത്,
സത്യസന്ധരായ സ്ത്രീകളുമായിരിക്കും. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, അവർ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. അള്ളാഹിനോട് അങ്ങനെ സത്യസന്ധത പുലർത്താൻ, അള്ളാഹിനോട് കളവ് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിനോട് കളവ് കാണിക്കാൻ കഴിയുമോ? എന്തായി പറയുന്നതിൻ്റെ താല്പര്യം, അവർ അള്ളാഹുവിനോട് ഒരു കരാറ് ചെയ്തു. അത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ള കരാറാകട്ടെ, നബിതങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ള കരാറാകട്ടെ, ജിഹാദ് എന്ന കരാറാകട്ടെ, ഹിജ്റത്ത് എന്ന കരാറാകട്ടെ, ആ കരാറ് ചെയ്തിട്ട് ആ കരാറ് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ബാഹ്യമായി അള്ളാഹുവിനോട് കള്ളത്തരം കാണിച്ചതുപോലെയാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ അവർ പറഞ്ഞ ആ നിലപാടിൽ അവർ ഉറച്ചിരുന്നുവെങ്കിൽ ഫലൗ സദഖുല്ലാഹ് ലകാന ഖൈറൻ ലഹും, അതാണ് അവർക്കത് ഏറ്റവും ഉത്തമം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയാൻ. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി, സിദ്ഖ് എന്ന് പറയുന്നത് സത്യസന്ധത, യഹ്ദി ഇലൽ ബിർ, അത് നന്മയിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മളൊരു സത്യം പറഞ്ഞാൽ ആ സത്യം പറച്ചിൽ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ നന്മകളിലേക്കായിരിക്കും. നമ്മൾ സത്യമായി ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടെത്തിക്കുന്നത് നന്മയിലായിരിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ നന്മ ഇവനെയും കൊണ്ട് സ്വർഗം വരെ കൊണ്ടെത്തിക്കും. ഇതൊരു ചെയിനാണ്. അതുപോലെ തന്നെ വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, അങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ വാക്കിൽ സത്യങ്ങൾ മാത്രം വരുന്നു, അയാളുടെ പ്രവർത്തനത്തിൽ സത്യം മാത്രം വരുന്നു, അയാളുടെ വിശ്വാസത്തിൽ സത്യം മാത്രം വരുന്നു. അങ്ങനെ അയാൾ സത്യസന്ധതയുമായി ചേർന്ന് അള്ളാഹു അവനെപ്പറ്റി സിദ്ദീഖ് എന്ന പേര് കൊടുക്കും. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്തൊരു ടൈറ്റിലല്ലേ അത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടിയിട്ട് ഇത് നമുക്കും കിട്ടും. പക്ഷെ നമ്മളെ പറ്റി നാട്ടാർ സിദ്ദീഖ് ഒന്നും പറയില്ല. സിദ്ദീഖിന് പേരിട്ടിട്ട് കാര്യമില്ല. ജീവിതം കൊണ്ട് സിദ്ദീഖാകണം. അങ്ങനെ വാക്കിലും ഇടപാടിലും വിശ്വാസത്തിലും സത്യസന്ധത നിതാന്തമായി പുലർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെപ്പറ്റി സിദ്ദീഖ് എന്ന പേര് കൊടുക്കും. അപ്പം അതിനെന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സിദ്ദീഖീങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനവും മഹത്വവും സവാബും ഒക്കെ അയാൾക്ക് കിട്ടും. 1. 2, ജനങ്ങൾക്കിടയിൽ അയാൾ സത്യസന്ധനാണ് എന്നുള്ള സ്വീകാര്യത അള്ളാഹു ഇട്ടുകൊടുക്കും. നമ്മൾ ചില ആളെ പറ്റി പറയുമ്പോൾ പറയാറില്ലേ, അയാൾ നല്ല സത്യസന്ധനാണ്. ചില ആളുകൾ എത്രത്തോളം ഞങ്ങൾ സത്യസന്ധനാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചിട്ട് പോലും ജനങ്ങൾക്ക് അതെല്ലാം കണ്ടിട്ടൊരു വിശ്വാസക്കുറവുണ്ടാവും അല്ലേ? ചില ആളുകൾ ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് എത്ര തെളിയിക്കാൻ ശ്രമിച്ചിട്ട് പോലും ജനങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസക്കുറവുണ്ടാവും. ഈ വിശ്വാസം ഇട്ട് കൊടുക്കേണ്ടത് അള്ളാഹു താലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അയാൾ ഇഷ്ടപ്പെടണം എന്ന് പറയും. ജിബ്രീൽ മറ്റു മലക്കൾ വിളിച്ചിട്ട് പറയും, അള്ളാഹു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന് പറയും. ആ മലക്കിൻ്റെ സംഘം ഒന്നാം ആകാശത്തെ മലക്കിൻ്റെ സംഘത്തിനോട് വിളിച്ചു പറയും, ആ സംഘം ഭൂമിയിനോട് വിളിച്ചു പറയുന്നതാണ്, ഭൂമിയിലെ മനുഷ്യരോട്. അപ്പം നമ്മൾ ശരിക്കും കേൾക്കുന്നില്ല. ഇപ്പം എന്താ നബിതങ്ങൾ പറഞ്ഞത്? അങ്ങനെ ആ മലക്ക് വിളിച്ചു പറയലോടുകൂടി ആ മനുഷ്യനെ പറ്റി മറ്റുള്ള ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടായിത്തീരുന്നതാണ്. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, ഭൂമിയിൽ അങ്ങനെ ഒരു സ്വീകാര്യത അവനിക്ക് ലഭിക്കും. നമ്മളിന്ന് നമ്മൾ പുതിയ കാലം നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപകളാണ് ചെലവഴിക്കപ്പെടുന്നത്. PR വർക്ക് നമുക്കറിയാലോ. PR വർക്ക് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഇലക്ഷനിൽ പല സ്ഥാനാർത്ഥികളും ജയിച്ചു, പലരും തോറ്റു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറയും, PR വർക്ക്. അതിൽ വലിയൊരു മാനദണ്ഡം എന്താണ്? PR വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മനുഷ്യൻ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയൻ്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇതാണ് PR വർക്ക്. അത് ആയിരങ്ങളും പതിനായിരങ്ങളും ചിലവഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾ നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോൾ ആകെ എത്ര കാലങ്ങളല്ലേ ആയിട്ടുള്ളൂ, ഇതിനു മുമ്പ് ജീവിച്ചു മരിച്ചു പോയ എത്രയോ ആളുകളില്ലേ ഇന്നും ലോകത്ത് സ്വീകാര്യതയുള്ള ആളുകൾ. അവർക്കെങ്ങനെ ഇത് കിട്ടി? നമ്മളിപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ആർക്കും ഒരു അഭിപ്രായക്കേടില്ല, ഒരു സംഘടനക്കാർക്ക് അഭിപ്രായക്കേടില്ല. സലഫികൾക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുക്കും ഒരു ബഹുമാനമുണ്ട്, സുന്നികൾക്കും ഒരു ബഹുമാനമുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഒരു ബഹുമാനം, തബ്ലീഗുകാർക്ക്. ഇതെങ്ങനെ കിട്ടി? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇമാമിന് ഷാഫി റളിയല്ലാഹു എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ്റെ ഇബാദത്തും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ ഇട്ടുകൊടുത്തൊരു സ്നേഹമാണ്. അബൂ ഹനീഫ് ഇമാമിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അബൂ ഹനീഫ് ഇമാം എന്ന് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്നും റഹിമഹുല്ലാ എന്നും പറയും. ഇതെങ്ങനെ കിട്ടി? ഇവർക്ക് ഏത് കാലം ഹിജ്റ 200 ജീവിച്ച മനുഷ്യന്മാരാ, ചിത്രം പോലും ഇല്ല. ആരെങ്കിലും വരച്ച ചിത്രമോ
പിന്നെ മീഡിയയിൽ നോക്കിയാൽ കിട്ടുമെന്നല്ലാതെ ചിത്രമില്ല. പക്ഷേ എന്നിട്ടും അവരെക്കുറിച്ചുള്ള സ്നേഹം ലോകത്ത് മുഴുവനുണ്ട്. ഇതെങ്ങനെ കിട്ടുന്നു? ഇത് അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധതയുമായി നമ്മുടെ ജീവിതം അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സംബന്ധിച്ച് സിദ്ദീഖാണ് എന്ന ടൈറ്റിൽ അള്ളാഹു അങ്ങ് കൊടുക്കും. അത് കൊടുത്താൽ ഒന്ന് സിദ്ദീഖീങ്ങളുടെ സവാബ് അയാൾക്ക് ലഭിക്കും, രണ്ട് മനുഷ്യ മനസ്സുകൾക്കിടയിൽ സത്യസന്ധത ഉള്ള ആളാണ് നമ്മൾ എന്ന ചിന്ത മറ്റുള്ളവർക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് കൊണ്ടെത്തിക്കുന്നത് മോശത്തരത്തിലേക്കാണ്. ഒരു കളവ് പറഞ്ഞാൽ പിന്നെ ആ കളവിനെ മറക്കാൻ മറ്റൊരു കളവ് പറയണം, മറ്റൊരു കളവ് ചെയ്യണം, മറ്റൊരു കളവ് ചിന്തിക്കണം, മറ്റൊരു കളവ് ആലോചിക്കണം. അങ്ങനെ ഒരു കളവ് പല തിന്മകളിലേക്കും കൊണ്ടെത്തിക്കും. നമ്മളൊരു കാര്യം ചെയ്തു പോയി, നമ്മൾ അതല്ല ഇതാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കളവാണ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ മറക്കാൻ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അങ്ങനെ ആ തിന്മകൾ എവിടെ കൊണ്ടെത്തിക്കും? ആ മനുഷ്യനെ നരകം വരെ കൊണ്ടെത്തിക്കും. വഇന്നർ റജുല ല യക്ദിബു, ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. കളവ് പറയും, ജീവിതത്തിൻ്റെ ഇടപാടുകളിൽ കളവുണ്ടാവും, വിശ്വാസത്തിൽ കളവുണ്ടാവും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹു അവനെ പറ്റി കള്ളൻ, വളരെ കൂടുതലായി കളവ് ചെയ്യുന്നവൻ എന്നൊരു നാമം അവന് ടൈറ്റിൽ അള്ളാഹു അങ്ങ് കൊടുക്കും. പിന്നെ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരിക്കും. ദുനിയാവിലും അങ്ങനെ അറിയപ്പെടും, അതുപോലെ തന്നെ ആഖിറത്തിലും കള്ളന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇത് പിന്നെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഇതൊരു ചെറിയ കാര്യമല്ലേ, ഒരു ചെറിയൊരു വർത്തമാനമല്ലേ, ഇതുകൊണ്ട് എന്ത് എഫക്റ്റ് ഉണ്ടാവാനാ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കല്ലെടുത്തിട്ട് കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ അതിൻ്റെ ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നൊരു നന്മ, ഒരു സത്യം, ഒരു നന്മ, അത് വലിയ നന്മകളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹും ഉദ്ധരിച്ച ഹദീസാണ്. രണ്ടാമത്തെ ഹദീസ്, അൻ നബി മുഹമ്മദിൻ അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹുവിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഹഫൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളിൽ നിന്നും മനപ്പാടമാക്കിയിട്ടുണ്ട്. എന്നാൽ പല പ്രാവശ്യം കേട്ടാലേ മനപ്പാടാവും. എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ എന്തായാലും കേട്ടിട്ടുണ്ട് ഈ കാര്യം. എന്താണ് നബിതങ്ങൾ പറഞ്ഞത്? ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ഭയങ്കര ഇസ്ലാമിൻ്റെ വളരെ ബേസിക്കായ ഒരു കോൺസെപ്റ്റാണ് ഈ ഹദീസ്. നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഷറൈ വ്യക്തമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിസ്കരിക്കാൻ, നോമ്പൊക്കെ, ഹജ്ജ് ചെയ്യുക, കള്ളുടിക്കരുത്, പലിശ വാങ്ങരുത്, കൊല്ലരുത്, ഇതൊക്കെ വ്യക്തമായി എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന നന്മയും തിന്മയാണ്. ഒബ്ജക്റ്റീവ് ട്രൂത്താണ് ഇതൊക്കെ. ചില സന്ദർഭങ്ങളിൽ വ്യക്തിപരമായി നമ്മൾ പല വിഷയങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് അവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ശരിക്ക് കുറേ ന്യായങ്ങൾ അവിടെ ഉണ്ടാകും, തെറ്റിനും കുറേ ന്യായങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ, ഇവിടെ എങ്ങോട്ടേക്ക് പോകണം, എങ്ങോട്ടേക്ക് നമ്മൾ ഇൻഡിക്കേറ്റഡ് തിരിയണം എന്ന് സംശയിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം വിട്ടേക്കുക, അസ്വസ്ഥതയില്ലാത്ത കാര്യത്തിന് പിടിക്കുക. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു, നമ്മളിങ്ങനെ നമ്മുടെ ജീവിതയാത്രക്കിടയിൽ ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തുന്നു, അവിടെ നമ്മൾ ഇടപെടുന്ന ഒരു ഇടപാടിൽ അത് നമ്മൾ ചെയ്താൽ നമ്മളത് ആലോചിക്കുമ്പോൾ ഒരു അസ്വസ്ഥത, അത് ശരിയാകുമോ, അല്ല അതിനെക്കൊണ്ട് ഇന്നിന്ന് ബുദ്ധിമുട്ടുകളില്ലേ, അതുകൊണ്ട് ഇന്നിന്ന് പ്രയാസങ്ങളില്ലേ. എന്നാൽ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല, റാഹത്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടകരമായ ഒന്നുമില്ല എങ്കിൽ ചെയ്യാതിരിക്കലാണ് അതിൻ്റെ ഭംഗി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? ഫഇന്ന സിദ്ഖ തുമഅനീനത്തുൻ, സത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? സത്യം സമാധാനമായിരിക്കും. സത്യം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും. സത്യം പറയുമ്പോൾ, ചില സത്യങ്ങൾ പറയുമ്പോൾ ബേജാറുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് സമാധാനം ഉണ്ടാവും. സത്യമായ വിശ്വാസത്തിനും ഈ പറഞ്ഞ ഗുണമുണ്ടാവും. വൽകദിബരീബത്തുൻ, കളവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളവ് മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കും. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അൽ ബിർറു ഹുസ്നുൽ ഖൽഖ്, നല്ലതായ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകളൊക്കെ ബിർറാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഹാക ഫീ നഫ്സിക, മനസ്സിൽ വേണോ വേണ്ടേ എന്ന ചിന്ത ഉണ്ടാകും. മാത്രമല്ല വകരിഹിത അൻ യത്വലിഅ അലൈഹിന്നാസ്, അത് ജനങ്ങൾ കാണുന്നതിന് നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. നമ്മൾ ചില കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ
അത് എന്തല്ല. നമ്മളൊരാളെ സദക്ക കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നു, ഇത് ആരും കാണരുത്, കണ്ടാൽ മോശമല്ലേ നമ്മൾ ധരിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ രഹസ്യത്തിനാണ് ചെയ്യുക, ആരും അറിയരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊരു രഹസ്യ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എങ്കിൽ അത് കള്ളത്തരാണ്, അത് തിന്മയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവിതത്തിൻ്റെ നമ്മുടെ മേഖലകളിൽ ഈ ഒരു ഹദീസ് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹറാമുകൾ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. കച്ചവടത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ബന്ധങ്ങളൊക്കെ നന്നായിട്ട് ആ വിഷയം വരും. നമുക്കറിയാം അത് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു വഴിയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇത് ശരിയല്ല. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നാലാൾ മുമ്പിൽ പറയുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല, നിങ്ങളെ ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഭാര്യയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കള്ളത്തരമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഭാര്യ ചില വിഷയങ്ങൾ ഭർത്താവിനോട് അത് തുറന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമുള്ളതുകൊണ്ടാണ്. പിന്നെ അത് തിരിയാത്ത മനുഷ്യനാണ്, വേറെ ചർച്ച. അള്ളാഹു മനസ്സിലാക്കി തരുമാറാട്ടെ. അതുകൊണ്ട് സത്യസന്ധത നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി മാറണം. അനബി സുഫിയാൻ സഖർ ബിൻ ഹർബിൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ സുഫിയാൻ നമുക്കറിയാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റ ശത്രുത കാണിക്കുകയും അതിനായി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ച മനുഷ്യനായിരുന്നു. പിന്നീട് മക്കം ഫത്തഹിൻ്റെ രാത്രിയിലാണ് അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നത്, റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഹദീസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അബ്ശീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയല്ലോ സഹാബാക്കൾപ്പെട്ട ഒരു വിഭാഗം. നബി തങ്ങൾ പോയിട്ടില്ല, മറ്റു പല സഹാബാക്കളും പോയി. ഈ സമയത്ത് അന്നത്തെ അബ്ശീനിയൻ രാജാവായ ഹിർക്കൽ ചക്രവർത്തിൻ്റെ അടുക്കിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ചക്രവർത്തിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്നൊരു സംഘത്തിനെ അയച്ചിട്ടുണ്ടായിരുന്നു. സഹാബാക്കൾ മക്കത്തുനിന്ന് എത്യോപ്യയിലേക്ക് പോയി. അപ്പോൾ മക്കക്കാർ കൂടിയിട്ട് തീരുമാനിച്ചു, അങ്ങനെ അവരവിടെ പോയി ജീവിക്കാൻ വിടാൻ പാടില്ല, അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ മതത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകളാണ്, ജനങ്ങളെ തെറ്റിക്കുന്ന ആളുകളാണ്, അവരെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തിനെ തിരഞ്ഞെടുത്തു. ആ സംഘത്തിൻ്റെ നേതാവായിട്ട് ആരുണ്ടായിരുന്നു? അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ല, അബൂ സുഫിയാൻ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ അബൂ സുഫിയാൻ ഹിർക്കലിൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് സുദീർഘമായൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചൻ്റെ ഈ നമ്മളെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഹിർക്കൽ ചോദിക്കും, ഹിർക്കൽ പറയും, അങ്ങനെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചൊന്നും ഞാൻ വിട്ടു തരൂല, എൻ്റെ നാട്ടിലേക്ക് അതിഥികളായി അഭയാർത്ഥികളായി ഒരു വിഭാഗം കടന്നു വന്നിരിക്കുകയാണ്. ഹിർക്കൽ ക്രിസ്ത്യാനാണ് കേട്ടോ, നജാഷി നേഗസ് രാജാവ്. അപ്പോൾ ഞാൻ പരിശോധിക്കട്ടെ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ടുണ്ട്, അദ്ദേഹം ഇന്ന നിങ്ങളുടെ നാട്ടിലെ കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഫമാദായ മുറുക്കും, എന്താണ് മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അറിയട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അബൂ സുഫിയാന് കളവ് പറഞ്ഞാൽ സഹാബാക്കൾ എന്ത് ചെയ്യും? തിരുത്തും. അപ്പോൾ അബൂ സുഫിയാൻ തന്നെ പറഞ്ഞു, നബി നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഓ അബ്ദുല്ലാഹ വഹ്ദഹു ലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ഷിർക്ക് വെക്കാൻ പാടില്ല, അത് അടിസ്ഥാനപരമായ കാര്യം. വത്റുകു മാ യഖൂലു ആബാഉക്കും, നിങ്ങളിപ്പോൾ കുറേ വിശ്വസിച്ച് വരുന്ന കാര്യങ്ങളുണ്ട്, 300 ചില്ലുവാന് വിഗ്രഹങ്ങൾ, അത് കാടത്തിന് ഇന്ന വിഗ്രഹം, സമ്പത്തിന് ഇന്ന വിഗ്രഹം, കല്യാണത്തിന് ഇന്ന വിഗ്രഹം, ഭക്ഷണത്തിന് ഇന്ന വിഗ്രഹം, ഇതെല്ലാം എന്താ ഇതിൻ്റെ തെളിവ് നോക്കുമ്പം പറയും, വജദിന ആബാന, നമ്മുടെ ഉപ്പയും ഉപ്പാപ്പയും വലിയപ്പൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഇവരൊക്കെ ഇതിനാണ് നേർച്ച കൊടുത്തത്, ഞങ്ങൾ നേർച്ച കൊടുക്കുന്നു. ഇങ്ങനെ പാരമ്പര്യം പറഞ്ഞിട്ടുള്ള ആചാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. തത്റുകു മയക്കൂലു ആബാവുക്കും, നിങ്ങൾ ഉപ്പാപ്പന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ, അത് വഹീന് വിരുദ്ധമായ വിശ്വാസങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കണം എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. വയഅ്മുറുനാ ബിസ്സലാഹ്, പിന്നെന്തുകൊണ്ട് കൽപ്പിക്കുന്നു? നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. വസ്സിദ്ഖി, ഇതാണ് വിഷയം, സത്യസന്ധത കാണിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. വൽ അഫാഫി, ഇടപാടുകളിൽ മാന്യത പാതിവൃത്യം കാണിക്കണം. വസ്സുലത്തി, കുടുംബബന്ധം ചേർക്കാനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ് അന്ന് സഹാബാക്കളുടെ നേതാവ്. ജാഫർ റളിയല്ലാഹുവിൻ്റെ പ്രസംഗം ടോപ്പ് പ്രസംഗമായിരുന്നു അന്നത്തെ. ജാഫർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും മോശമായൊരു വിഭാഗമായിരുന്നു, ഞങ്ങൾ സ്ത്രീകളെ അടിമകളെപ്പോലെ ഞങ്ങൾ ഉപയോഗിച്ചു, പരസ്പരം കൊലപാതകം ചെയ്തു, ഞങ്ങൾ രക്തം ചൊരിച്ചു, പലിശ വാങ്ങി, ജീവിതം എല്ലാ നിലയിലും മുച്ചൂട് മുഴിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഞങ്ങളിലേക്ക് വരികയും ദുനിയാവിൻ്റെ നിസ്സാരതയിൽ നിന്നും ആഖിറത്തിൻ്റെ വിശാലതയിലൊക്കെ ഒരു ഭയങ്കരമായ പ്രസംഗം നടത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നജാഷി രാജാവ് അബൂ സുഫിയാന് വിട്ടുകൊടുത്തില്ല മുസ്ലിങ്ങളായ സംഘത്തിന്, അവരോട് അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? വസ്സുദ്ഖി,
സത്യസന്ധത ജീവിതത്തിൽ കൈമുതലാക്കണം എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് അബൂ സുഫിയാൻ പോലും അത് അംഗീകരിച്ചു. അനബി സാബിത്തിൻ റളിയല്ലാഹു അൻഹു സഹൽ ഇബ്നു ഹുനൈഫിൻ വഹുവ ബദരിയുൻ, ബദരീങ്ങളിൽപ്പെട്ട ബദറിൽ പങ്കെടുത്ത സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, മൻ സഅലല്ലാഹ തആല ഷഹാദ, ആരെങ്കിലും അള്ളാഹുവിനോട് ഷഹാദത്തിന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണം, എന്നയ്ക്ക് രക്തസാക്ഷിത്വം നൽകണമേ എന്നൊരാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ബിസിദ്ഖിൻ, സത്യസന്ധമായി. അപ്പോൾ സത്യസന്ധമായി രക്തസാക്ഷിത്വത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹത്തിലുള്ള സത്യസന്ധത. അതാണ് പറഞ്ഞത്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ചില ആൾ ആഗ്രഹമുണ്ടല്ലോ ഹജ്ജിന് പോകണം, അത് സത്യസന്ധമായ ആഗ്രഹമാണെങ്കിൽ അവിടെ എത്തും. ചില ആളെ പറയും അങ്ങനെ പോകണം, എല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ എല്ലാം കൈമേലുണ്ട്, വേറെ മുട്ടുവേദന നടുവേദന ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കിട്ടിയിട്ട് ഇന്ന് പുറത്ത് പറയില്ല, അങ്ങനെയൊക്കെ ആയാലൊന്ന് പോകണം, അതിങ്ങനെ പോവും, അങ്ങനെ ആകുമ്പം പോവും. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇത് നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ജീവൻ ബലി നൽകി എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തണം, സത്യസന്ധമായിട്ടാണ് അത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, ബല്ലഗഹു, അള്ളാഹു അവൻ എത്തിക്കും, മനാസില ശുഹദാ, ശുഹദാക്കളുടെ പട്ടികയിൽ ആ ഒരു ഗ്രേഡിൽ അള്ളാഹു എത്തിക്കും. ഇൻ മാത അലാ ഫിറാശിഹി, അവൻ കിടക്കയിൽ കിടന്നിട്ടാണ് മരിച്ചതെങ്കിൽ ശരി. ശരിക്കും ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ശത്രുവിനോട് ദ്വന്ദ്വ യുദ്ധത്തിൽ പോർക്കളത്തിൽ പോരടിച്ച് മരിച്ചാലാണ്, അതിന് ശറഈൻ്റെ നിയമങ്ങളോടൊക്കെ യോജിച്ചുകൊണ്ട് മരണപ്പെട്ടാലാണ് എന്തെന്ന് പറയുക? ഷഹീദ് എന്ന് പറയുക. വീട്ടിൽ കിടന്നിട്ട് മരിച്ചാൽ ഷഹീദ് എന്ന് പറയില്ല. യുദ്ധത്തിൽ മുറിവേറ്റിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് മരിച്ചാൽ ഷഹീദാവോ എന്നതിൽ വരെ തർക്കമുണ്ട്. യുദ്ധത്തിൽ മുറിവേറ്റു, എന്നിട്ട് വീട്ടിൽ അഡ്മിറ്റായി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എന്നിട്ട് മരിച്ചു, അപ്പം ഷഹീദാകുമോ എന്നുള്ള ഒരു തർക്കമുണ്ട്. ഒറിജിനൽ ഷഹീദ് എന്ന് പറയുന്നത് അവിടെ പോർക്കളത്തിൽ മരിക്കലാണ്, ശത്രുവിൻ്റെ ആയുധം ഏൽക്കണം. പക്ഷെ ഇയാൾ മരിച്ചത് എങ്ങനെ? വിരിപ്പിൽ കിടന്നിട്ടാ. പക്ഷെ എന്നിട്ടും അള്ളാഹു താല എനിക്ക് കൊടുത്തത് എന്തിൻ്റെ പദവിയാണ്? ഷഹീദിൻ്റെ പദവി. കാരണം സത്യസന്ധതമായിട്ട് കലർപ്പില്ലാതെ, അള്ളാഹുവെ നിൻ്റെ വജഹിന് വേണ്ടി നിൻ്റെ മാർഗത്തിൽ എനിക്ക് മരിക്കണം അല്ലാ, ആ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അള്ളാഹു താല എത്തിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാക്കിൽ മാത്രമല്ല സത്യസന്ധത, വാക്കിൽ, പ്രവൃത്തിയിൽ, വിശ്വാസത്തിൽ, ചിന്തയിൽ, ആലോചനയിൽ വരെ സത്യസന്ധതയുണ്ട്. അത് ചില സാധനങ്ങൾ, ചില കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നു, പിന്നെ എന്താ പറയുക, അള്ളാഹുവിൻ്റെ വലിയാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നു, സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അയാൾ പ്രായോഗിക ജീവിതം വെച്ച് നോക്കുമ്പോൾ 100% ചിലപ്പം അങ്ങനെ പ്രായോഗികമായി പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അയാളുടെ ആഗ്രഹം സത്യസന്ധമായതിൻ്റെ പേരിൽ അള്ളാഹു ആ ലിസ്റ്റിൽ എന്ത് ചെയ്യും? ഇയാളെ പേരും എഴുതി കൊടുക്കും. അപ്പം ആ ഒരു സത്യസന്ധതയുടെ വിലയാണ് ഈ പറയുന്നത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ചില ആളുകളൊക്കെ കാണാം, ഇവർക്ക് ഈ ഹിഫ്ളൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകൾ, അള്ളാഹു എല്ലാവർക്കും നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. ആ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബറക്കത്തായിട്ട് ഇസ്തിഖാമത്ത് നൽകട്ടെ. ചില കുട്ടികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ ഭയങ്കര സങ്കടവും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഒന്ന് ഹാഫിളാകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചില തടസ്സങ്ങൾ, ചിലപ്പം അവർക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് ഹാഫിളാകാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന ആശ്വാസം എന്താണ്? ഹാഫിളിങ്ങളെ പട്ടികയിൽ അള്ളാഹു ഇയാളെ ഉൾപ്പെടുത്തും. ചില ആളുകൾ കാണാറുണ്ട്, നല്ല ടാലൻ്റ് ഉണ്ടാവും, നന്നായി പഠിക്കാൻ പറ്റും, പക്ഷെ പഠിക്കില്ല, ആഗ്രഹമില്ല, സിദ്ഖുർ റഗ്ബത്തില്ല, സത്യസന്ധമായ ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ അങ്ങനെ പഠിക്കാൻ പോയി അല്ലെങ്കിൽ പഠനം പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് നമ്മൾ അധ്വാനിച്ച് നമ്മളിതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പറ്റുന്നില്ല, പടച്ചോനെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, നമ്മൾ വടകര ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഹിഫ്ള് പഠിക്കാൻ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പഠിച്ച് പൂർത്തിയാക്കി. സാധാരണ നമ്മളൊരു 12 വയസ്സ് 13 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഹിഫ്ളിന് വേണ്ടി വിടുക. നല്ല ടൈമാണത്, കാരണം വേറെ ചിന്താഭാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല പീക്ക് ടൈമാണത്. പക്ഷേ ഇത് എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ എത്ര വയസ്സെടുക്കണം? 18-19 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഈ ആഗ്രഹം, എവിടുന്നോ ഖുർആൻ്റെ മഹത്വം കേട്ടു, ഹിഫ്ളിൻ്റെ മഹത്വം കേട്ടു, അവൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു, ആ താല്പര്യത്തിലിട്ടു, അവൻ പൂർത്തിയാക്കി. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറ്റാറില്ല.
വയസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷെ ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു എത്തിക്കും. ചിലപ്പോൾ ദുനിയാവിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ആഖിറത്തിലേക്ക് എത്തിക്കുമ്പോൾ ഹാഫിളീങ്ങളെ അല്ലെങ്കിൽ ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, സിദ്ദീഖീങ്ങളെ ലിസ്റ്റ് വായിക്കുന്ന സമയത്ത് എൻ്റെ പേരുണ്ടല്ലോ, ഞാൻ ഹാഫിളല്ലായിരുന്നല്ലോ, ഞാൻ ആലിമല്ലായിരുന്നല്ലോ, ഞാൻ വലിയ മുത്തഖിയൊന്നുമല്ലല്ലോ, പക്ഷെ നീ ആഗ്രഹിച്ചല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു ഒരു ബൈത്തുണ്ട്, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലല്ലാഹ യർസുഖനി സലാഹ. എനിക്ക് സ്വാലിഹീങ്ങളെ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് നീക്കി വെക്കുന്ന സ്വാലിഹീങ്ങളായകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലസ്തു മിൻഹും, പക്ഷേ ഞാൻ ആ ആളുകളിൽ പെട്ടവനല്ല. അതായത് എൻ്റെ ബാഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ലഅല്ലല്ലാഹ യർസുഖനി സലാഹ, ചിലപ്പോൾ അള്ളാഹ് എനിക്ക് ആ നന്മ നൽകിയേക്കാം. ഇത് പാടുന്നാരാ നോക്കണം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ തലെന്ന് പറയുന്നത്. നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ നീയത്തിന് അള്ളാഹു തആല നൽകും. അള്ളാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് നല്ലോണം നല്ല നീയത്ത് വെച്ചോ. നീയത്ത് വെക്കാനും ആഗ്രഹിക്കാനൊന്നും എന്ത് ആവശ്യമില്ല, പൈസൻ്റെ ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ അതിൽ പോലും നമുക്ക് പിശുക്കാണ്. ചിലർക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ട് അവിടത്തേക്ക് അങ്ങനെ എത്തിപ്പോയാലോ. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇത്ര കൊടുക്കണോ? കൊടുക്കണം എന്നായിട്ട് ആഗ്രഹിച്ചിട്ട് കൊടുക്കേണ്ട വന്നാലോ? അതുകൊണ്ട് ആ ഒരു പിശുക്ക് നമ്മൾ കാണിക്കരുത്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, ഗസാ നബിയ്യും മിനൽ അംബിയാ, ഈ പൂർവ്വകാലത്തെ നബിമാരിൽപ്പെട്ട ഒരു നബി പിന്നെ സൈനിക നീക്കത്തിന് വേണ്ടി പുറപ്പെട്ടു, യുദ്ധത്തിന് വേണ്ടി തൻ്റെ അനുയായികളെയും കൂട്ടി പുറപ്പെട്ടു. അദ്ദേഹം തൻ്റെ അനുയായികളോട് പറഞ്ഞു, ലാ യത്ബഅന്നി റജുലുൻ മലകബുൽ അംറഅത്തിൻ വഹുവ യുരീദു അൻ യബ്നിയ ബിഹാ വലമ്മാ യബ്നി ബിഹാ. എൻ്റെ കൂടെ ചില ആളുകൾ വരാൻ പാടില്ല. ഞാൻ യുദ്ധത്തിന് പോവാണ്, ചില ആളുകൾ വരാൻ പാടില്ല. ആരാണ്? ഒന്നാമത്തെ ആൾ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ ഭാര്യയുമായി വീട്ടിൽ കൂടാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇതുവരെ വീട്ടിൽ കൂടിയിട്ടില്ല. എങ്കിൽ അയാൾ അത് കഴിയുന്നവർ എൻ്റെ കൂടെ വരണ്ട. കാരണം അയാൾ എൻ്റെ കൂടെ ജിഹാദിന് വന്നാൽ ഇയാൾ എപ്പോൾ കയ്യാവസ്ഥയോ നബി ഇതെപ്പോൾ ജിഹാദ് കഴിഞ്ഞിട്ട് വേണമെന്ന് പുറക്കേക്ക് പോകാൻ. അയാൾക്കും ഒരു മനസ്സിന് എന്തുണ്ടാവും, ഇസ്തിഖാമത്തുണ്ടാവില്ല. അയാൾ ഈ വിശ്വാസം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒടുങ്ങാറാവും. ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണ്ട, വരണ്ട. അപ്പം അതിൻ്റെ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ ഈ സൈന്യത്തിൽ വന്നു ചേരും എന്നുള്ളതാണ്. 1. 2, വല അഹദുൻ ബന ബുയൂതൻ ലം യർഫഅ സുഖൂഫഹ. ഒരാൾ വീട് പണി തുടങ്ങിയിട്ട് അതിൻ്റെ മേൽക്കൂര വാർത്തിട്ടില്ല. നമ്മളെ ഭാഷയിൽ മേൽക്കൂര വാർത്തിട്ടില്ല എന്നാണ് ഹദീസിലുള്ളത്. അതിൻ്റെ മച്ച് ഉയർത്തിയിട്ടില്ല എന്നാണ്. അത് പണി തുടങ്ങി പകുതി കിട്ടിയിട്ടാണ് ഉള്ളത്. പകുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളും വരണ്ട. കാരണം എന്താ, അയാൾ വന്നാൽ എന്തായിരിക്കും ഫിക്ർ, എന്തായിരിക്കും ചിന്ത? മറ്റേ ജെല്ലി വന്നോ, സിമെൻറ്റ് വന്നോ, അയാൾ വന്നോ, ലോറി വന്നോ, അവിടെ ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ടോ? അപ്പോൾ അയാൾക്ക് ആത്മാർത്ഥമായി ഈ പണിയെടുക്കാൻ കഴിയില്ല. അയാളും തൽക്കാലം മാറി നിൽക്കട്ടെ. പിന്നെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കൂ, ഇതിൽ വന്നു ചേരൂ. 3, വലാ അഹദുൻ, ഒരുത്തനും നമ്മുടെ കൂടെ വരണ്ട. അയാൾ ആരാണ്? ഇഷ്തറാ ഗനമൻ ഔ ഖലിഫാത്തിൻ വഹുവ യൻതദിറു ഔലാദഹ. അവൻ ഒരു ആട്ടിൻകൂട്ടത്തിന് വാങ്ങിയിട്ടുണ്ട്. ആ ആട്ടിൻകൂട്ടമാണെങ്കിൽ പ്രസവിക്കാൻ എടുത്തതാണ്, അല്ലെങ്കിൽ ഗർഭിണികളായ ഒട്ടകത്തിനാണ് അവൻ വാങ്ങിയത്. അത് പ്രസവം എടുത്തിട്ടുണ്ട്, എങ്കിൽ അവനും വരണ്ട. എന്താ കാര്യം? ഈ പ്രസവിക്കാനായ ഒട്ടകത്തിന് വെച്ചിട്ട് ഇവൻ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്തെനിക്ക് ചിന്ത ഉണ്ടാവുക? പ്രസവിച്ചോ ഇതെന്നായിരിക്കുമല്ലോ. അപ്പം മനസ്സെന്ത് ചെയ്യും? ശുഗലാവും, ഇഷ്ടികാലാവും. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്, ഖാലിയായിട്ട് പോകണമെന്ന് പറയാറുള്ളത്. ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് വിശപ്പുണ്ട്, ഭയങ്കരമായ വിശപ്പൊന്നല്ല, അവിടെ ഇങ്ങനെ കുറച്ച് ഭക്ഷണം കാണുന്നുണ്ടെങ്കിൽ കുറച്ച് തിന്നിട്ട് പോയിക്കോ, കുറച്ച് തിന്നിട്ട് വന്നാൽ മതി. കാരണം അല്ലെങ്കിൽ എന്താവും, നമ്മളെ വന്നിട്ട് കൈ കെട്ടിയാലും മനുഷ്യനല്ലേ നമ്മളൊക്കെ, തീർന്നോ, ഉണ്ടാവോ, കുറഞ്ഞു പോവോ എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കും. നമ്മൾ ബാങ്ക് കൊടുത്തു, നിസ്കാരത്തിൻ്റെ സമയമായി, നമുക്ക് ബാത്റൂം പോകേണ്ട ആവശ്യമുണ്ട്, ബാത്റൂം പോയിട്ട് വേണ്ടി നിസ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിസ്കരിക്കാൻ കൈകെട്ടി ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷഅ ബിൻ നൂനാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അരീഹ പട്ടണം പിടിച്ചടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണെന്ന് കാണാം. അപ്പോൾ ഏതായാലും ഈ 3 വിഭാഗം ആളുകൾ വരേണ്ടതില്ല എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. ഫഗസാ ഫദനാ മിനൽ ഖറിയത്തി സ്വലാത്തൽ അസ്രി. അങ്ങനെ ഇവർ പുറപ്പെട്ടിട്ട് ആ പട്ടണത്തിൻ്റെ, അരീഹ പട്ടണത്തിനിടയ്ക്ക് അസർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോഴാണ് എത്തിയത്, അല്ലെങ്കിൽ അതിനോടുള്ള സമയം. അപ്പോൾ അസർ നിസ്കരിച്ചിട്ടില്ല ഇവർ. യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ
ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്ത് യൂഷാ ബിൻ നൂൻ അലൈഹിസ്സലാം സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചാലാണല്ലോ മഗ്രിബാവുക, സൂര്യൻ അസ്തമിച്ചാലല്ലേ മഗ്രിബാവൽ, അല്ലെങ്കിൽ ആ സമയം വരെ അസർ ഉണ്ടാവല്ലോ. സൂര്യനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നക്കി മഅ്മൂറത്തുൻ, നീയും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് സഞ്ചരിക്കുന്ന അടിമയാണ് നീ. വ അന മഅ്മൂറുൻ, ഞാനും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ആളാണ്. ഞങ്ങൾ രണ്ടാൾ അടിമകൾ തന്നെയാണ്. അള്ളാഹ് ഞങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞു, ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളിതാ സൈനിക നീക്കം നടത്തുന്നു. നീയും അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അല്ലാഹുമ്മ ഹ്ബിസ്ഹ അലൈന, അള്ളാഹുവെ സൂര്യനെ ഞങ്ങൾക്ക് വേണ്ടി നീ പിടിച്ചു നിർത്തണേ അല്ലാഹ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം തീരുന്നത് വരെ ഞങ്ങൾക്ക് സൂര്യൻ എന്താക്കി കളയല്ലേ, അസ്തമിപ്പിക്കല്ലേ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഖന്തക്ക് കുഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി സൂര്യൻ അവിടെ സ്റ്റക്കായി നിൽക്കുക എന്നാണോ, അല്ല സഞ്ചാരത്തിൻ്റെ വേഗത കുറയുകയാണോ, എന്തുമാകാം. അത് അള്ളാഹുവിൻ്റെ ആ പ്രവാചകനും ആ സമയത്തുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മോജിസത്ത് അള്ളാഹു താല കൊടുത്തതാണ്. ഏതായാലും അങ്ങനെ സൂര്യൻ തടയപ്പെട്ടു. ഫഹുബിസത്ത്, സൂര്യൻ അസ്തമിച്ചില്ല. ഹത്താ ഫതഹ അല്ലാഹു അലൈഹി, അള്ളാഹു താല അവർക്ക് യുദ്ധത്തിൽ വിജയം നൽകി. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ നമുക്കറിയാലോ, അപ്പുറത്തെ നിൽക്കുന്ന വിഭാഗത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഇട്ടിട്ടാണ് അവർ ഓടിപ്പോവുക. അപ്പോൾ ഇതിനൊക്കെ ഒരുമിച്ച് കിട്ടും, അതിന് ഗനീമത്ത് എന്നാണ് നമ്മൾ പറയുക. ഫജമ അൽ ഗനായിമ, ഗനീമത്തിനൊക്കെ ഇവർ ഒരുമിച്ച് കൂട്ടി. ഫജാഅത് യഅനി അന്നാർ ലിതഅകുലഹ, പഴയ കാലങ്ങളിൽ യുദ്ധം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വത്തുക്കൾ അവരെന്താ ചെയ്യുക, പ്രവാചകന്മാർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിനങ്ങ് ഒരുമിച്ച് കൂട്ടും. എല്ലാം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, ആട് മാട് ഒട്ടകം ഉണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും, പൊന്നുണ്ടാവും, വെള്ളി ഉണ്ടാവും. മൃഗങ്ങൾ, ജീവനുള്ള വസ്തുക്കൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടും. ഇത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ആകാശത്തു നിന്നൊരു തീ വരും, ആ തീ ഇതിനെ കത്തിച്ചു കളയും. ഇതാണ് അള്ളാഹുവിൻ്റെ നിയമം, നടപടി. സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ ഷരീഫിൽ ഇതിൻ്റെ സൂചനകളുമുണ്ട്. ഏതായാലും ഈ യുദ്ധത്തിൽ ഇവർ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി, പക്ഷെ തീ വന്ന് തിന്നുന്നില്ല. അപ്പോൾ തീ വന്ന് തിന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഗനീമത്തുമായി ബന്ധപ്പെട്ട് ഇവരിൽ എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്. എങ്ങനെ എന്ത് ചെയ്യൂല, ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ചില പ്രവാചകന്മാർ വന്ന സമയത്ത് പിന്നെ അനുയായികൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അങ്ങനെ നിങ്ങളൊരു ബലിമൃഗത്തിനെ അറക്കൂ, എന്നിട്ട് ആകാശത്ത് നിന്ന് തീ വന്നിട്ട് അതിനെ തിന്നുകൊള്ളട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന്. അപ്പോൾ സത്യത്തിൻ്റെ മാനദണ്ഡമായ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രവാചകൻ ഇതിനെ ഒരുമിച്ച് കൂട്ടി. ഫജാഅത് യഅനി അന്നാർ, തീ വന്നു തിന്നാൻ വേണ്ടിയിട്ട്, കത്തിക്കാൻ വേണ്ടിയിട്ട്. ഫലം തതഅംഹ, പക്ഷെ ഇത് തീ തട്ടുന്നില്ല. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫീക്കും ഗുലൂലൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ വഞ്ചന കാണിച്ചിട്ടുണ്ട്. വഞ്ചന കാണിച്ചാൽ എന്ത് ചെയ്യൂല, നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും, മറ്റേ ബില്ലടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ സ്റ്റിക്ക് എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു സാധനം മാഗ്നറ്റ് വെച്ച് അടിക്കുന്നില്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ബീപ്പടിക്കും. അപ്പോൾ ഇന്ന ഫീക്കും ഗുലൂലൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ വഞ്ചന കാണിച്ചിട്ടുണ്ട്. ഈ 10,000, 7,000, 70,000 ആളുകളുള്ള ഇത്രയും ആളുകളിൽ നിന്ന് ആരാ മോഷ്ടിച്ചെന്നങ്ങനെ മനസ്സിലാവും. പ്രവാചകൻ പറഞ്ഞു, ഫൽയുബായിഅനി മിൻ കുല്ലി ഖബീലത്തിൻ റജുലുൻ, നിങ്ങളെല്ലാ ഗോത്രത്തിൽപ്പെട്ട ഒരു തലവൻ വന്നിട്ട് എനിക്ക് കൈതരിക. ഇത്ര ഗോത്രം ഉണ്ടാവുമല്ലോ, ഓരോ ഗോത്രത്തിന് തലവൻ വന്നിട്ട് എനിക്ക് കൈതരട്ടെ. അങ്ങനെ ഓരോ ആളുകളും വന്നിട്ട് കൈ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ഗോത്രത്തിൻ്റെ തലവൻ വന്നപ്പോൾ ഫലസിഖതു റജുലിൻ യദു റജുലിൻ ബിയദിഹി, അയാളെ കൈ പ്രവാചകന്റെ കൈയുമായി അങ്ങോട്ടിപ്പോയി. അദ്ദേഹം പ്രവാചകന് കൈ കൊടുത്ത ഉടനെ പിന്നെ കൈ എന്താക്കാൻ കഴിയുന്നില്ല, വലിക്കാൻ കഴിയുന്നില്ല. അപ്പം ആ പ്രവാചകൻ പറഞ്ഞു, ഫീക്കുമുൽ ഗുലൂൽ, നിങ്ങളെ ഗോത്രത്തിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫൽ തുബായിഉനി ഖബീലതുക, നിങ്ങളെ ഗോത്രത്തിൽ എല്ലാവരും വന്നിട്ട് കവിത മുസാഫഹ ചെയ്യണം, ബൈഅത്ത് ചെയ്യണം. അങ്ങനെ ഓരോ ആളുകൾ വന്നു, 2 or 3 ആളുകളെ കൈ അങ്ങ് ഒട്ടിപ്പോയി. അപ്പം ഇവരെന്ത് ചെയ്തിരുന്നു, ശരിക്കും ഈ ഗനീമത്ത് കിട്ടിക്കഴിഞ്ഞാൽ പോക്കറ്റിൽ ആക്കാലോ, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമം എന്താണ്, അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പം ഇവരെന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം എന്നുള്ളതിലേക്ക് അവരെ ഭണ്ഡാരത്തിലേക്ക് അതിനെ കയറ്റി വെച്ചു. അപ്പോൾ അവരോട് എടുത്ത സാധനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഫജാഉ ബിറഅസിൻ മിസ്ലി റഅസി ബഖറത്തിൻ, ഒരു മാടിൻ്റെ തലൻ്റെ വലുപ്പം അത്രയുള്ള സ്വർണം അവർ മോഷ്ടിച്ചിട്ടുണ്ട്. അതുമായി അവർ വന്നു. ഫവളഅഹ, അങ്ങനെ അതെന്ത് ചെയ്തു, അവർ ആ ഒരുമിച്ച് കൂട്ടിയ ഗനീമത്ത് സ്വത്തിൽ വെച്ചു. ഫജാഅത്തിന്നാറു ഫതഅകുലഹ, തീ വീണ്ടും ആകാശത്തുനിന്ന് വന്നു, അതിനെ മുഴുവൻ കരിച്ചു കളഞ്ഞു. അപ്പോൾ നോക്കൂ, സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ മോഷണത്തിൻ്റെ സ്വഭാവമുണ്ടായപ്പോൾ
എന്ത് ചെയ്തു? ഒരു നബി ഉണ്ടായിട്ട് പോലും അവിടെ അതിന് പരിഹാരമായില്ല. എന്തെന്നെ ചെയ്യേണ്ട വന്നു? തിരിച്ചു വെക്കേണ്ടി വന്നു. അപ്പോൾ മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതേത് മോഷണമായാലും ശരി, മോഷണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ട്, വീടെല്ലാം കുത്തിപ്പൊളിച്ച് അല്ലേ, കുത്തിപ്പൊളിച്ചിട്ട് കയറി തട്ടിയെടുത്ത് കൊണ്ടുപോകൽ മാത്രമാണ് മോഷണം. എല്ലാത്തരം മോഷണങ്ങളും അതിൽ പെടും. ആശയപരമായ മോഷണങ്ങൾ, സൈദ്ധാന്തികമായ മോഷണങ്ങൾ, സാമ്പത്തികമായ മോഷണങ്ങൾ, ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മോഷണങ്ങൾ എല്ലാം ഇതിൽപ്പെടും. തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് അതിനു വേണ്ടി കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് നിയമങ്ങൾ, പേറ്റൻ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനുണ്ടാക്കിയതാ? ഒരാളുണ്ടാക്കിയ സാധനം വേറൊരാൾ എന്ത് ചെയ്യാണ് ഇത് എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ വിലയല്ലേ അവിടെ നഷ്ടപ്പെടുന്നത്. ചുരുക്കത്തിൽ അതിന് പരിഹാരമുണ്ടായപ്പോഴാണ് അള്ളാഹു അത് സ്വീകരിച്ചത്. അപ്പോൾ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട വേണം. അതേ വസ്തു നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ ഉപയോഗിച്ചു പോയി, തിന്നുപോയി, നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യും? അതുപോലെയുള്ളൊരു വസ്തു കൊടുക്കണം. നമ്മൾ പിന്നെ വീട്ടിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അയാൾ മാങ്ങ തൂക്കുന്നതിനിടെ 2 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ബേസിക് മോഷണം, അവിടെ നിന്നാണല്ലോ മോഷണം പഠിക്കുക. ഇങ്ങനെ എടുത്ത് കിട്ടും. ആ മാങ്ങ കയ്യിലുണ്ടെങ്കിൽ അതന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വില കൊടുക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ വാങ്ങിയിട്ട് കൊടുക്കണം. നബി നിങ്ങൾ പറയാണ്, ഫലം തഹില്ലൽ ഗനായിമു ലിഅഹദിൻ ഖബ്ലനാ, മുൻകഴിഞ്ഞ സമുദായത്തിനൊന്നും ഗനീമത്ത് അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടില്ല. അത് അവിടെ വെച്ച് തന്നെ കത്തിച്ച് അള്ളാഹു തീർക്കും. പക്ഷേ സുമ്മ അഹല്ലല്ലാഹു ലനൽ ഗനായിമ ലമ്മാ റഅ ളഅഫനാ വഅജ്സനാ ഫഅഹല്ലഹാ ലനാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് എത്തിയപ്പോൾ അള്ളാഹു ആ നിയമത്തിൽ മാറ്റം വരുത്തി. ഗനീമത്ത് എന്ത് ചെയ്യണ്ട? കത്തിച്ച് കളയണ്ട, അതിന് വ്യവസ്ഥാപിതമായി വീതം വെക്കാൻ കൽപ്പിച്ചു. ഗനീമത്ത് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം, നബി തങ്ങളുടെ ശരീഅത്തിൻ്റെ നിയമപ്രകാരം ഗനീമത്തിന് 5 പാർട്ടാക്കും. 5 പാർട്ടാക്കും. അതിൽ വഅലമു അന്നമാ ഗനിംതും എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ വിശദമായി പറയുന്നുണ്ട്. അതിൽ 5ൽ 1 ഭാഗം എടുത്തിട്ട് വീണ്ടും 5 ഭാഗമാക്കും. അതിന് ഈ പറഞ്ഞ പോലെ നബി തങ്ങളുടെ കുടുംബത്തിന്, പിന്നെ പാവപ്പെട്ടവന്, ഇതിൽ പങ്കെടുത്ത ആൾക്കല്ല, ബാക്കിയുള്ള 4 ഭാഗം എന്ത് ചെയ്യും? യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, കുതിരയുമായി വന്ന ആൾക്ക് ഇത്ര, ഒട്ടകവുമായി വന്ന ആൾക്ക് ഇത്ര, നടന്ന് വന്ന ആൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് ചിലവില്ലേ, ജീവൻ പണയം വെച്ചിട്ടല്ലേ ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ഒരു നന്മയായിട്ട് അല്ലാഹു തആല വെച്ചതാണ്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? അനുവദിക്കാനുള്ള കാരണം ലമ്മാ റഅ ളഅഫനാ വഅജ്സനാ, നമ്മുടെ ബലഹീനത കണ്ടപ്പോഴാണ് അള്ളാഹു അനുവദിച്ചതെന്നാണ് പറഞ്ഞത്. ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാമ്പത്തിക ബലഹീനതയാകാം, കാരണം അത് സമ്പത്ത് കിട്ടാനുള്ള ഒരു ഉപാധിയും കൂടിയാണ്. അല്ലെങ്കിലോ ഈമാനികമായ ബലഹീനതയാകാം. യുദ്ധത്തിന് വരുന്ന, ജിഹാദിന് പോകുന്ന എല്ലാവരും ഈമാൻ ഒരുപോലെ ആയിരിക്കുമല്ലോ. കുറച്ചാളെങ്കിലും എന്താഗ്രഹിച്ചിട്ട് പോകും? ജയിച്ചെങ്കിൽ കുറച്ചെന്തെങ്കിലും കിട്ടും. അപ്പം അത് ഗനീമത്തിന് പിന്നെ അള്ളാഹുവിൻ്റെ കൂലിയും പ്രതീക്ഷിക്കുന്നു, ഗനീമത്തും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ അത് തെറ്റല്ല. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? ഫഅഹല്ലഹാ ലനാ. ഖുർആനിൽ അത് വ്യക്തമായിട്ട് യസ്അലൂനക അനിൽ അംഫാൽ, സൂറത്തുൽ അംഫാലില്ലേ, എന്താ തുടങ്ങുന്നതന്നെ ഇതാണ് വിഷയം. ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ ചർച്ചയായി, ഇത് ആർക്ക് എത്ര, എങ്ങനെ എത്ര കൊടുക്കുന്നതിന് ഭയങ്കരമായ തർക്കം. അപ്പോൾ അള്ളാഹു വ്യക്തമാക്കി കൊടുത്തു, യസ്അലൂനക അനിൽ അംഫാൽ, നബിയെ അവർ വന്നിട്ട് യുദ്ധാർജിത സ്വത്തിനെ പറ്റി ചോദിക്കും, ഇത് ഇത്ര കൊടുക്കണം. അപ്പോൾ ഏതാണ് നമ്മുടെ വിഷയം? സത്യസന്ധതയുമായി ബന്ധപ്പെട്ടാണ്. അൻ അബി ഖാലിദിൻ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു, ലാസ്റ്റ് ഹദീസ് ഈ ചാപ്റ്ററിലെ നബി തങ്ങൾ പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ, കച്ചവടക്കാരായ ആളുകൾക്ക് ഖിയാറുണ്ട്. കച്ചവടം നടത്തുന്നവൻ, കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്നവൻ, വാങ്ങുന്നവനും, ഇവർക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഖിയാർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഖിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരം ഖിയാറുണ്ട്. ഒന്ന്, ഞാൻ കച്ചവടം നടക്കുന്നത്, ഇപ്പോൾ നമ്മൾ 2 കച്ചവടം ചെയ്യാണ്, ഇതിനെയാണ് ഇതിൻ്റെ മജ്ലിസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഏത് സെറ്റിങ്ങിലാണ് കച്ചവടം നടക്കുന്നത്, ആ സെറ്റിങ്ങിൽ നിന്നും പിരിയുന്നതിന് മുമ്പായിട്ട് എനിക്ക് കച്ചവടം ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഞാനൊരു സാധനം എടുത്ത് നോക്കിപ്പോയി എന്ന് വെച്ചുകൊണ്ടൊന്നും വാങ്ങൽ നിർബന്ധമില്ല. എടുത്ത സാധനം നോക്കി എനിക്ക് തോന്നിയത് വേണ്ട, എനിക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എടുക്കാം, ഞാൻ ഇത്ര രൂപ തരാം. അപ്പോഴാണ് വിൽക്കുന്ന ആൾക്കൊരു മനംമാറ്റം, ഇല്ല ഞാൻ വിൽക്കുന്നില്ല, അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഞാൻ ഈ വസ്തു കൈപ്പറ്റി പണം കൊടുത്തു, അല്ലെങ്കിൽ കടമായി പറഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാളെ വിളിച്ചിട്ട് ഇല്ല ഞാൻ വിൽക്കുന്നില്ല, തിരിച്ചതാ എന്ന് പറയാനുള്ള റൈറ്റ് അയക്കില്ല. അല്ലെങ്കിൽ ഞാനിത് വാങ്ങിയിട്ട് പോയിട്ട് അപ്പുറത്തെത്തി 1/2 കിലോമീറ്റർ എത്തിയിട്ട് എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള അവകാശമുള്ള, ഇതിനാണ് ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുക. ആ സദസ്സിൽ വെച്ചിട്ട് കിട്ടുന്ന ഒരു റൈറ്റാണ് ഇസ്ലാം കൊടുക്കുന്ന റൈറ്റ്. രണ്ടാമത്തെ ഒരു ഖിയാറുണ്ട്, അതേതാണ് ഖിയാറു ഷറത്ത് എന്ന്. അപ്പം ഞാൻ പറയും,
പിന്നെ ഇതിനെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അയാൾ അതിന് വകവെച്ച് കൊടുത്താൽ ആ റൈറ്റ് അയാൾക്ക് കിട്ടും. ഇനി അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനൊരു തീരുമാനം പറയാം. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വിൽക്കുന്നില്ല, അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? സാധനം തിരിച്ചിട്ടും. അല്ലെങ്കിൽ ഇയാൾ പറയുകയാണ് ഞാൻ വാങ്ങുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഖിയാറുണ്ട്. കാരണം ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കുന്നവനും നഷ്ടമുണ്ടാകാൻ പാടില്ല, വാങ്ങുന്നവൻ വഞ്ചിക്കപ്പെടാനും പാടില്ല. അതിനാണ് ഫിഖ് ഖിയാർ വെച്ച് കൊടുത്തത്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്, അൽ ബയ്യാനി ബിൽ ഖിയാർ, വിൽക്കുന്നവനും വാങ്ങുന്നവനും ഖിയാർ എന്ന സ്വാതന്ത്ര്യമുണ്ട്. മാലം യതഫറഖ, ഏതുവരെ അവർ ആ സദസ്സിൽ നിന്ന് വിട്ടുപിരിയാത്തടത്തോളം. അത് ഫസ്റ്റ് പറഞ്ഞ ഖിയാറാണ് കേട്ടോ. ഏത് ബേസിക്കായി കിട്ടുന്ന ഖിയാർ. ഫൈൻ സദഖ, രണ്ടുപേരും സത്യസന്ധത കാണിച്ചാൽ. ആര് രണ്ടുപേര്? വിൽക്കുന്നവനും വാങ്ങുന്നവരും. വബയ്യന, രണ്ടുപേരും വ്യക്തമാക്കി. രണ്ടുപേരും എന്ത് വ്യക്തമാക്കി? വിൽക്കുന്നവൻ പറഞ്ഞു നല്ല സാധനമാണ്, പക്ഷേ ഇന്ന് പ്രശ്നങ്ങളുണ്ട്. സത്യസന്ധത പറഞ്ഞു. ഇവിടെ വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ക്യാഷല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാഷല്ലാത്ത വസ്തുക്കളും കൈമാറ്റം ചെയ്യാമല്ലോ. ഇപ്പം ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് പകരം വേറെ സാധനം കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ പറയാണ് ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ അതിന് ബാക്കിയുണ്ട്. അങ്ങനെ രണ്ടുപേരും അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ പിന്നെ ഡിഫക്റ്റുമൊക്കെ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നബി നിങ്ങൾ പറയാണ് ബൂരിക്കലഹുമ ഫീ ബൈഅഹിമ, രണ്ടാക്കും ആ ഇടപാടിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കും. വിറ്റോനിക്കും ബർക്കത്ത്, വാങ്ങിയോനിക്കും ബർക്കത്ത്. വ ഇൻ കതമ, രണ്ടാളും മറച്ചു വെച്ചു. നല്ല സാധനം, നല്ല അടിപൊളി സാധനം. പെട്ടക്കുന്ന വീണെന്നെല്ലാം പറഞ്ഞതുപോലെ. വൈൻ കത്തമ, വിൽക്കുന്നവൻ എന്ത് മറച്ചു വെച്ചു? അതിൻ്റെ അപാകതകൾ മറച്ചു വെച്ചു. വാങ്ങുന്നവൻ എന്തിൻ്റെയും അപാകത മറച്ചു വെച്ചു? താൻ എന്താണോ പകരം കൊടുക്കുന്നത് അതിൻ്റെയും അപാകത മറച്ചു വെച്ചു. വഖദബ, കളവ് പറഞ്ഞാൽ മുഹിഖത്ത് ബറക്കത്ത് ബൈഅഹിമ, ബില്ലിൽ കാണാത്തൊരു സാധനമാണ് ബർക്കത്ത്. ബില്ലിൽ നിങ്ങൾക്ക് CGSTയും അതുപോലെ SGSTയും ടാക്സും പിന്നെ വിറ്റ വിലയും വാങ്ങിയവരൊക്കെ രേഖപ്പെടുത്താം. ബില്ലിൽ ബർക്കത്ത് ചെയ്താൽ കഴിയൂല. ബർക്കത്ത് അല്ലാഹു തരേണ്ടതാണ്. ബർക്കത്ത് എങ്ങനെ കിട്ടൂ? അത് ഹൃദയത്തിൻ്റെ ഡീലിംഗ് ആണത്. അത് ഫൈൻ മുഹിഖത്ത് ഫൈൻ കദബ വ കതമ, കളവ് പറഞ്ഞാൽ മറച്ചു വെച്ചാൽ അള്ളാഹു ബറക്കത്തിനെ നശിപ്പിച്ച് കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പറയാം, നമ്മൾ കരുതുന്നത് ഇയാൾക്ക് ആ സാധനം മുടങ്ങിപ്പോകുമല്ലോ. നമ്മളെപ്പോഴും ബിസിനസ്സിൽ നമ്മളെപ്പോഴും പറഞ്ഞെടുക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മളെപ്പോഴും കരുതുന്നത് ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കലാണെന്നാണ്. എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് വിറ്റാൽ ആ കച്ചവടത്തിൽ ഞാൻ വിജയിച്ചു. അതുകൊണ്ടാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഉള്ള കളവ് മൊത്തം എന്നോട് പറയുന്നത്. വണ്ടിയൊക്കെ ബുക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില ആളുകളൊക്കെ ഇൻഷുർ ബാക്കിയുണ്ടാവും, അതിൻ്റെ ഇന്ന സാധനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ അടിപൊളി വണ്ടി ഇതൊക്കെ കൊടുക്കാം. എന്നിട്ട് വാങ്ങിയ പിറ്റേ നോക്കുമ്പോൾ രോഗം തുടങ്ങി, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട്, അങ്ങനെ മറ്റേ മെക്കാനിക് വന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് തരും. ഇനി ഈ പറഞ്ഞ പോലെ കളവാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ രണ്ടാളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റ് വിൽക്കലല്ല സത്യത്തിൽ വിജയം ഒരു ബിസിനസ്മാൻ്റെ. പിന്നെ എന്താ വിജയം? ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വിറ്റു, നിങ്ങൾ വാങ്ങി, നിങ്ങൾ പോയി, അവിടെ ആ ചെയിൻ അവിടെ കട്ടായി, അവിടെ തീർന്നല്ലോ. ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു, കസ്റ്റമർ വാങ്ങി, പോയി. അല്ല, ആ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് തന്നെ രണ്ടാമതും വരണം. വന്നാൽ നിങ്ങൾ നല്ലൊരു ബിസിനസ്മാനാണ്. ഒരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി, ഇത് ടൗണിലാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു 1 കിലോ സാമ്പാർ പീസ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രാക്ടിക്കൽ ഉദാഹരണം പറയണേ. പിന്നെ മുരിങ്ങയൊന്നുമില്ലേ, മുരിങ്ങ ഇല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ ഉണ്ടോ? ഉണ്ട്, എന്നാൽ പിന്നെ എടുത്തോന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇനി ആ കടയിൽ ഞാൻ പോകും? ഞാൻ പണം കൊടുത്ത് അയാളത്തെ സാധനം വാങ്ങാണ്. അപ്പോൾ അയാളത്തെ ആ വസ്തു ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നല്ലൊരു അഗ്രഗണ്യനായ പഠിച്ച ബിസിനസ്സുകാരനാണെങ്കിൽ, കച്ചവടക്കാരനാണെങ്കിൽ അയാൾ എന്താ പറയുന്നറിയോ? മുരിങ്ങയില്ല, ബാക്കിയെല്ലാം എടുക്കട്ടെ. ചില ആൾ ബില്ലും കൊണ്ട് പോയി അങ്ങനെ കാണാം. ഷോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 10 സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതിന് ഹൈലൈറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഈ വന്നാൾ എന്ത് കരുതും? മതി, അതില്ലല്ലോ, എന്നാൽ പിന്നെ വാങ്ങണ്ട.
പിന്നെ അയാൾക്ക് വരികയും ചെയ്യില്ല. പക്ഷെ പഠിച്ച പയറ്റി തെളിഞ്ഞ എക്സ്പീരിയൻസ്ഡായ കച്ചവടക്കാരാണെങ്കിൽ ഇതില്ല, ബാക്കിയെല്ലാം എടുക്കട്ടെ എന്ന് തോന്നും. അപ്പം എന്താ വിജയം? ഒരു കസ്റ്റമർ നിങ്ങളടുത്ത് ഒരു പ്രാവശ്യം വന്നാൽ അയാൾ എന്നെ വീണ്ടും നിങ്ങളടുത്ത് വരണം. ലൈഫ് ലോങ് നമ്മുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളാണ്. അല്ലാതെ നിങ്ങൾ അന്നേരം വിറ്റ് തുളക്കാൻ വേണ്ടിയിട്ട് കളവെല്ലാം പറഞ്ഞ് വീട്ടിലെത്തിയാലും എനിക്ക് മനസ്സിലാവുമല്ലോ താൻ പറ്റിക്കപ്പെട്ടു എന്ന്. ഓൻ പിന്നെ തിരിച്ചു വരൂല. ഓന് പിന്നെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാ ആളുകളോട് പറയും. പോസ്റ്റർ ഒട്ടിക്കുന്നതിനേക്കാൾ പബ്ലിസിറ്റി ആണ് മൗത്ത് പബ്ലിസിറ്റി, ആണോ അല്ലേ? അപ്പം ഈ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കാണിക്കാൻ പറ്റാത്ത സാധനമാണ് ബർക്കത്ത്. അത് കിട്ടണോ ഇടപാടിൽ സത്യസന്ധത കാണിക്കണം. ചില ഇടപാടിലൊക്കെ പോകുമ്പോൾ നമ്മളത് അനുഭവപ്പെടാറുണ്ട്. അവർ പറയും ഇത് വേണ്ട. ചില പ്രൊഡക്റ്റ് നോക്കുമ്പോൾ പറയും ഇത് നിങ്ങൾക്ക് വേണ്ട ഉസ്താദ്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്കൊരു കണക്കുണ്ടാവും. ഇത്ര ഫോൺ വിറ്റ് പോയാൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ സാധനങ്ങളൊക്കെ. ചില ഫോണൊന്നും നമുക്ക് ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഇപ്പം 512 GB മെമ്മറിയുള്ള ഫോണ്. അപ്പോൾ നമ്മൾ 512 മെമ്മറിക്ക് വലിയ സംഭവമല്ലേ. ശരിക്കും 512 GB സ്റ്റോർ ചെയ്യാനുള്ള സാധനം നമ്മൾ സൂക്ഷിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. 512 GB എനിക്ക് സ്റ്റോറേജ് ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചത് 128 256 മാക്സിമം പോയാൽ. അപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉസ്താദേ അത്ര വലിയ ഫോൺ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കുറേ പ്രൊസസ്സറുണ്ട്. ഇന്ന പ്രൊസസ്സർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൊസസ്സർ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്രൊസസ്സറാണ്. അത് ഗെയിമിങ് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ അന്തം കൊണ്ടൊന്നില്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യും? നമ്മളെ പറ്റിക്കും. ഓനിക്ക് ഇത് വിറ്റ് പോയാൽ മതി. പക്ഷേ സത്യസന്ധനാണെങ്കിൽ ഓൻ പറയും നിങ്ങൾക്ക് എന്താ ആവശ്യം? നിങ്ങൾ ഗെയിമിംഗ് ആണോ കൂടുതൽ ആവശ്യം, അല്ല സാധാരണ നോർമൽ യൂസേജ് ആണോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഫോണിലേക്ക് അതിൻ്റെ മുഞ്ച് കണ്ടിട്ട് നോക്കുന്നുണ്ടാകാം. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല ശരിക്കും. അപ്പം ഇങ്ങനെ ഇടപാടിൽ താൽക്കാലികമായി അപ്പോൾ ആ കസ്റ്റമർ പോയാൽ പോലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ സാധനം ഇൻവെസ്റ്റ് ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞ അവിശ്വസ്തത, ട്രസ്റ്റ് എന്ന് പറയും. ആ ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കും. അത് കച്ചവടം എന്നല്ല, എല്ലാ ഇടപാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു ചിന്തയും മനസ്സും ആലോചനയും ഒക്കെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.